ഈ സമരത്തിന് മുൻപത്തെ സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയ കളിക്കുന്നുവെന്നാണ് സമസ്ത മുഖപത്രത്തിൽ പറയുന്നത്. എന്ത് മാഫിയ കളിക്കുന്നു? റിസോർട്ട് മാഫിയ. ശരി. റിസോർട്ട്. ഹലോ. പറഞ്ഞോളൂ. കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. കഴിയുന്ന വേഗം ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനാണ്. മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുക്കണം. അപ്പൊ അതിന്റെ പഴയ കഥ എന്താണെങ്കിലും ഇന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള കുടിയിറക്ക് ഭീഷണിയും ഇല്ലാത്ത മട്ടിൽ അത് പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് ഗവൺമെന്റ് ആണ്. നാട്ടുകാരുടെ ഇടയിൽ സാമുദായികമായ ചേരിതിരുണ്ടാക്കുകയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തില് ആ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഭിന്ന സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പോർവിളിയിലേക്ക് അത് പോയാൽ സംഗതി വളരെ കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് കഴിയുന്ന വേഗം അത് പരിഹരിക്കാണ് വേണ്ടി സർവകക്ഷി ഗവൺമെന്റ് അത് പരിഹരിക്കാൻ വേണ്ടി യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം. ഇത് ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. 1 മാസം കഴിഞ്ഞും സമരം തുടരുന്നു. എത്രയും വേഗം സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് പരിഹരിക്കേണ്ടതല്ലേ? എന്തിനാണ് ഈ നീട്ടിക്കൊണ്ടു പോകുന്നത്? എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഈ ലേഖനങ്ങൾക്കും പ്രസ്താവനകൾക്കും സമരങ്ങൾക്കും ഇട കൊടുക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യമായ ഐക്യമാണ് ഇല്ലാതെയാവുക. അത് രാഷ്ട്രീയത്തെയും മതത്തെയും സമുദായത്തിലുള്ള ഇടയിലുള്ള സമാധാനത്തെയും ഒക്കെ ബാധിക്കും. കഴിയുന്ന വേഗം തീർക്കാണ് ഗവൺമെന്റ് വേണ്ടത്. അവരുടെ വളരെ കുറ്റകരമായ അനാസ്ഥയാണ് സംസ്ഥാന ഗവൺമെന്റായി കാണിക്കുന്നത്. ഈ സമസ്ത പറഞ്ഞ ലീഗിനെ പോലും സമസ്ത വിമർശിക്കുകയാണ്. ലീഗ് പോലും വേണ്ട നിലയിലുള്ള നിലപാടെടുക്കുന്നില്ല എന്നാണ് സമസ്ത പറയുന്നത്. ഞാൻ ആ ലേഖനം കണ്ടിട്ടില്ല. പക്ഷെ ആ തരത്തിലൊരു നിലപാടെടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ കഷ്ടമാണ്. അത് സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ സഹായകമായ ഒന്നാവും അത്തരം ലേഖനം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി.